Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ, നമുക്ക് ലെൻസുകളുമായി ബന്ധപ്പെട്ട ഈ ഫിസിക്സ് ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കോൺവെക്സ് ലെൻസിന്റെ ലോവർ ഹാഫ് ബ്ലാക്ക് പേപ്പർ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. 2Fൽ പ്ലേസ് ചെയ്ത ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോർമേഷൻ കാണിക്കുന്ന റേ ഡയഗ്രം വരയ്ക്കുക. ഇമേജിന്റെ പൊസിഷനും നേച്ചറും മെൻഷൻ ചെയ്യുക. ഇനി ലെൻസ് അൺകവർ ചെയ്താൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ്? അതിനുള്ള റീസൺ നൽകുക. ശരി, ഇനി നമുക്ക് പാർട്ട് എയുടെ സൊല്യൂഷൻ നോക്കാം. ഇതാണ് ഇതിന്റെ റേ ഡയഗ്രം. ഇവിടെ ലെൻസിന്റെ ലോവർ ഹാഫ് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? പക്ഷേ അപ്പർ ഹാഫിലൂടെ കടന്നുപോകുന്ന റേസ് ഒരു കംപ്ലീറ്റ് ഇമേജ് ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇമേജ് റിയലും ഇൻവെർട്ടഡും ആയിരിക്കും. മാത്രമല്ല ലെൻസിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൃത്യം 2Fൽ തന്നെ ഇമേജ് ഫോം ചെയ്യും. ഒബ്സർവബിൾ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ലെൻസ് കംപ്ലീറ്റ് ആയി അൺകവർ ചെയ്യുമ്പോൾ ഇമേജിന്റെ ബ്രൈറ്റ്നെസ് അഥവാ ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. കവർ ചെയ്താലും ഇല്ലെങ്കിലും ഒരു കംപ്ലീറ്റ് ഇമേജ് തന്നെയാണ് ഫോം ചെയ്യുന്നത് കേട്ടോ. ഇതിനുള്ള റീസൺ ഇതാണ്. ലെൻസിന്റെ എല്ലാ പാർട്ടും കംപ്ലീറ്റ് ഇമേജ് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലോവർ ഹാഫ് കവർ ചെയ്യുമ്പോൾ കുറച്ചു റേസ് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായും ഇമേജിന്റെ ബ്രൈറ്റ്നെസ് കുറയുന്നു. ഇനി ക്വസ്റ്റ്യൻ ബി നോക്കാം. 15 സെന്റിമീറ്റർ ഫോക്കൽ ലെന്ത് ഉള്ള ഒരു കോൺകേവ് ലെൻസിന്റെ ഓപ്റ്റിക്കൽ സെന്ററിൽ നിന്നും 30 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നു. ലെൻസ് ഫോർമുല യൂസ് ചെയ്ത് ഇമേജ് ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യുക. നമുക്ക് നൽകിയിരിക്കുന്ന വാല്യൂസ് ആദ്യം എഴുതാം. ഇതൊരു കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് ഫോക്കൽ ലെന്ത് f ഈക്വൽസ് -15 സെന്റിമീറ്റർ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് u ഈക്വൽസ് -30 സെന്റിമീറ്റർ. ഇനി നമുക്ക് ലെൻസ് ഫോർമുല യൂസ് ചെയ്യാം. 1/f ഈക്വൽസ് 1/v - 1/u. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/-15 ഈക്വൽസ് 1/v - 1/-30. സൈൻസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/-15 ഈക്വൽസ് 1/v + 1/30. v ഫൈൻഡ് ചെയ്യാൻ ഇക്വേഷൻ ഒന്ന് റീ അറേഞ്ച് ചെയ്യാം. അപ്പോൾ 1/v ഈക്വൽസ് -1/15 - 1/30. മൈനസ് സൈൻ കോമൺ ആയി പുറത്തെടുത്താൽ 1/v ഈക്വൽസ് -1/15 + 1/30. ഡിനോമിനേറ്റർ 30 ആക്കാൻ വേണ്ടി ഫസ്റ്റ് ടേമിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് -2/30 + 1/30 എന്ന് കിട്ടും. ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യുമ്പോൾ -3/30. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ -1/10. ഇനി ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ v ഈക്വൽസ് -10 സെന്റിമീറ്റർ എന്ന് കിട്ടും. അതായത് ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്നുള്ള ഇമേജ് ഡിസ്റ്റൻസ് 10 സെന്റിമീറ്റർ ആണ്. മൈനസ് സൈൻ വന്നതുകൊണ്ട് ഒബ്ജക്റ്റ് ഇരിക്കുന്ന സെയിം സൈഡിൽ തന്നെയാണ് ഇമേജും വരുന്നത്. വളരെ നന്നായി നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തു. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.